നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ മെയ് 30-നാണ് PSG-യും ആഴ്സണലും തമ്മിൽ ബുഡാപെസ്റ്റിൽ ഏറ്റുമുട്ടുന്നത്. തൊട്ടടുത്ത ദിവസം മെയ് 31-ന് റിയോ ഡി ജനീറോയിൽ ബ്രസീൽ വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള തങ്ങളുടെ ആദ്യ സന്നാഹ മത്സരം കളിക്കുകയാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 1-ന് പുലർച്ചെ 1:30-നാണ് ആ കളി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്ത ദിവസം UCL ഫൈനൽ കഴിഞ്ഞു. തൊട്ടടുത്ത ദിവസം ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് വാമപ്പ് മാച്ച്. അത് ബ്രസീലിയൻ ടീം സ്വന്തം മണ്ണിൽ ആരാധകരോട് വിട പറഞ്ഞ് വേൾഡ് കപ്പിന് യാത്രയാവുന്ന മത്സരമാണ്. ആ കളിക്ക് പക്ഷേ ബ്രസീലിന് അവരുടെ സ്റ്റാർട്ടിംഗ് സെൻറ്റർ ബാക്കുമാരെ ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. അതുപോലെ സ്ട്രൈക്കർ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ വിങ്ങറൊക്കെ ആയിട്ട് കളിപ്പിക്കാൻ, മുന്നേറ്റ നിരയിൽ കളിപ്പിക്കാൻ ആഞ്ചലോട്ടി എന്തായാലും എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു താരവും ഉണ്ടാവില്ല. കാരണം ഈ താരങ്ങൾ ഇപ്പോൾ UCLൻ്റെ ഫൈനൽ കളിക്കാൻ പോവുകയാണ്. രണ്ട് ടീമിൻ്റെയും സെൻറ്റർ ബാക്കിലെ കരുത്തരായിട്ട് മാർക്കിഞ്ഞോസ് ഉണ്ട്, ഗബ്രിയേലുണ്ട്. ആഴ്സണലിൻ്റെ ഭാഗത്ത് ഗബ്രിയേലും PSG-യുടെ ഭാഗത്ത് മാർക്കിഞ്ഞോസും. അപ്പോൾ ഈ രണ്ട് താരങ്ങളില്ലാതെ വേണം, സെൻറ്റർ ബാക്കുമാരിലെ വേൾഡ് കപ്പിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന രണ്ട് പേരില്ലാതെ വേണം പനാമക്കെതിരെ ടീമിനെ ഇറക്കാൻ. സോ ആൾട്ടർനേറ്റീവ്സ് ടെസ്റ്റ് ചെയ്യാനുള്ള അവസരമായിട്ടൊരു പക്ഷേ കോച്ച് ആഞ്ചലോട്ടി ഇതെടുത്തേക്കും. അതുപോലെ ഗബ്രിയൽ മാർട്ടിനല്ലിയും ഇത് കഴിഞ്ഞിട്ട് ബ്രസീൽ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈ കാര്യം വിശദമായിട്ട് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്രസീൽ വിൽ നോട്ട് ഹാവ് സ്റ്റാർട്ടിംഗ് സെൻറ്റർ ബാക്ക് ഡ്യുവോ ഫോർ പ്രീ വേൾഡ് കപ്പ് ഫ്രണ്ട്ലി ഡ്യൂ ടു ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ. അപ്പോൾ ടെക്നിക്കൽ സ്റ്റാഫ് തീർച്ചയായിട്ടും വാമപ്പ് മത്സരത്തിൽ ആൾട്ടർനേറ്റീവായിട്ടുള്ള ഓപ്ഷൻസ് പരീക്ഷിക്കുന്നതായിരിക്കും എന്നുകൂടി അവരുടെ റിപ്പോർട്ടിൽ പറയുന്നു. ബ്രസീൽ ടീമിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡ് ഈ മാസം 18-നാണ് പ്രഖ്യാപിക്കുക. അതിന് മുന്നോടിയായിട്ട് ഈ മാസം 11-ഓടുകൂടി ബ്രസീൽ പ്രാഥമിക ലിസ്റ്റ് പുറത്തുവിടും എന്നും ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ബ്രസീൽ ദേശീയ ടീമിൻ്റെ കോർഡിനേറ്റർ പറയുന്നത് എങ്ങനെയാണ്: ഞങ്ങൾക്ക് കൃത്യമായൊരു പ്ലാനിങ് ഫേസ് ഉണ്ട്, പക്ഷേ നമ്മൾ താരങ്ങളുടെ ഫിസിക്കൽ ഇൻറ്റഗ്രിറ്റി, മറ്റു കാര്യങ്ങളും ഫിഫ കലണ്ടറും ഒക്കെ ബഹുമാനിക്കേണ്ടതുണ്ട്. അപ്പോൾ ഫൈനൽ മത്സരം കളിക്കുന്ന താരങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള അവസ്ഥ ഏറ്റവും എക്സോസ്റ്റ് ആയിട്ടുള്ളൊരു അവസ്ഥയിലായിരിക്കും. നിരവധി കടുത്ത പോരാട്ടങ്ങൾ കഴിഞ്ഞാണ് ഫൈനലിലേക്ക്. അതും കഴിഞ്ഞ് വരുന്ന താരങ്ങൾ പിന്നെ ബ്രസീലിലേക്ക് വന്ന് ടീമിനോടൊപ്പം കളിക്കാനുള്ളത് സാധ്യവുമല്ല. അതല്ല ഉദ്ദേശിക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് അവർ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യാൻ നേരിട്ടെത്തും. പക്ഷെ അതിനു മുമ്പ് അവർക്കൊരു റിക്കവറി പീരീഡ് കൊടുക്കേണ്ടതുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കോർഡിനേറ്റർ പറഞ്ഞതായിട്ട് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ബ്രസീൽ ടീമിൻ്റെ ഡെപ്ത്ത് പരിശോധിക്കാൻ കഴിയുന്നൊരു സമയമായിട്ട് ഇതിനെ പോസിറ്റീവായിട്ട് കോച്ച് എടുക്കുമെന്ന് കരുതാം. ഈ താരങ്ങൾ അൺടച്ചബിൾ ആണ്, ഉറപ്പാണ്. ബ്രസീൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സെൻറ്റർ ബാക്കുമാരെ വെച്ചായിരിക്കും. ഗബ്രിയൽ മെഗല്ലസിനെയും അതുപോലെ മാർക്കിഞ്ഞോസിനെയും വെച്ചിട്ടായിരിക്കും. സോ ഇവരില്ലാതെയായിരിക്കും ആ ഒരു മത്സരം കളിക്കാൻ പോകുന്നത്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പിൽ മത്സരിക്കുന്നതിന് മുമ്പ് അവർ വീണ്ടും ഫ്രണ്ട്ലി മത്സരം കളിക്കുന്നുണ്ട്. പനാമക്കെതിരെയുള്ള കളിക്ക് ശേഷം അവർ US വെച്ചിട്ട് ഈജിപ്തുമായിട്ട് ഫ്രണ്ട്ലി മത്സരം ജൂൺ 7-ന് കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് വേൾഡ് കപ്പിൽ അവരുടെ ആദ്യ മത്സരം വരുന്നത് ജൂൺ 14-ന് മൊറോക്കോക്കെതിരെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.